C302 DHS Module 4 next topic ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് modes of failure of gravity dam or stability requirements of a gravity dam. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ modes of failures നാലെണ്ണമാണ്. First one is the overturning, the second one is the sliding, third one is compression, and fourth one is the tension. Overturning failure എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഡിസൈൻ കണ്ടീഷൻ എന്താണ്, സ്ലൈഡിംഗ് ഫെയിലിയർ എന്താണ്, കംപ്രഷൻ ഫെയിലിയർ എന്താണ്, ടെൻഷൻ ഫെയിലിയർ എന്താണെന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോക്കാനുള്ളത് ഏതാണ്, ഓവർടേണിംഗ് ഫെയിലിയർ ഓഫ് എ ഡാം. അപ്പോൾ ഒരു ഓവർടേണിംഗ് ഫെയിലിയർ ഓഫ് എ ഡാം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഒരു ഡാം സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. സോ ടിപ്പിക്കൽ ഡാം ലുക്ക് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ലെറ്റ് ദാറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ബി റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ എച്ച്. ഓക്കെ, അതേപോലെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാവും. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ഫോഴ്സ് ആണ്. അതുപോലെ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം. സോ ലെറ്റ് മീ പുട്ട് ഇറ്റ് ആസ് സിഗ്മ ബി. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഫോഴ്സസ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, the water pressure will be looking like this. Okay, so the horizontal force will be 0 at the top and maximum at the base. അപ്പോൾ ഈ രീതിയിലായിരിക്കും നോർമലി ഒരു ഡാം സ്ട്രക്ചർ ഉണ്ടാവുക. Now for a more stable dam, നമ്മളൊരു ഡാമിൻ്റെ ഹൈറ്റ് കൂടുമ്പം സംടൈംസ് the dam structure can be like this. അപ്സ്ട്രീം ഫേസിലേക്ക് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് വരും. അപ്പോഴും നമുക്കിവിടെ മെയിൻ രണ്ട് ഫോഴ്സ് തന്നെയാണ് ഉള്ളത്. വൺ ഈസ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ്, ദ അതർ വൺ ഈസ് ദി വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ ഫോഴ്സ് ആൻഡ് വെർട്ടിക്കൽ weight whichever acting downward to the base of the dam. അപ്പോൾ ഇനി ഈ ഒരു സ്ട്രക്ചറിൽ ഓവർടേണിംഗ് ഫോഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. സോ the horizontal forces are water pressure. ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ. അതർ ദാൻ ദാറ്റ്, ഇൻ അഡീഷൻ ടു വാട്ടർ പ്രഷർ, ദ അതർ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ വേവ് പ്രഷർ, സിൽറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ത് ചെയ്യും, ദിസ് വിൽ ബി ആക്ടിങ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ദിസ് വിൽ കോസ് ആൻ ഓവർടേണിംഗ് മൊമെന്റ്. Okay, this will be acting against the gravity of the dam. അപ്പോൾ ഇത് കൂടുന്നതിനനുസരിച്ച്, if the horizontal forces is higher, this will cause the overturning moment. Okay, അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് restoring force ആണ് this one. Okay, which will be called as restoring force or righting moments. അപ്പോൾ ഇത് മെയിൻലി എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത്, മേ ബി ബൈ ദി weight of the dam. Okay, അപ്പോൾ എപ്പോഴും നമ്മുടെ restoring moment or righting moment, this should be always greater than or equal to overturning moment. Okay, എന്നാൽ മാത്രമേ നമുക്കൊരു ഡാമിന് ഓവർടേണിംഗ് എന്ന ഫെയിലിയറിൽ നിന്ന് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾവേസ് restoring moment should be greater than the overturning moment. Okay, so if restoring force is greater than overturning moment, നമുക്ക് ഇതിന്റെ factor of safety calculate ചെയ്യണം. What will be the factor of safety? Factor of safety will be equal to restoring moment or righting moment divided by overturning moment. Okay, അപ്പോൾ restoring moment എപ്പോഴും മുകളിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ഡാം സേഫ് കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, since this is a higher value, it should be always equal to or greater than 1. Normally we will keep the factor of safety as 2 to 3. Okay, എങ്കിൽ നമുക്ക് പറയാം this dam is safe against overturn. Okay, and next failure ആണ്, second failure ആണ് sliding failure of a gravity dam. അപ്പോൾ sliding failure എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു ഡാമിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ like this, ഇത് മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, it is a sliding failure. Okay, so whenever the net horizontal force acting on the gravity dam
exceeds the frictional resistance. അതായത് നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമുക്ക് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് അതായത് വാട്ടർ പ്രഷർ വേവ് പ്രഷർ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ? വി വിൽ ബി ഹാവിങ് ഓൺലി ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ഫെയിലിയർ വിൽ ഒക്കർ ബൈ സ്ലൈഡിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ opposite resisting force frictional force എന്തായിരിക്കണം? This frictional force should be always greater than or equal to the horizontal force. Or I can say factor of safety നമ്മൾ എടുക്കുമ്പോൾ with respect to we will take factor of safety of sliding with respect to the actual coefficient of static friction. Okay, so this should be if factor of safety is equal to mu by tan theta, or I can say the factor of safety should be always, or the frictional resistance should be always greater than or equal to horizontal force. അപ്പോൾ frictional resistance ഏതുകൊണ്ടായിരിക്കാം നമുക്ക് ഉണ്ടാവുന്നത്? നമുക്കറിയാം ഡാമിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ഫോഴ്സ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഓൾവേസ് ദ കൗണ്ടർ ഫോഴ്സ് വിൽ ബി ദ വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആ വെയിറ്റ് തന്നെയാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ഫോഴ്സ് തന്നെയാണ് വിച്ച് വിൽ ബി ഈക്വൽ ടു mu into sigma v, which will be equal to mu into sigma v, where mu is the coefficient of static friction. So I can say here factor of safety is equal to mu sigma d divided by sigma h, or I can say mu sigma v should be always greater than or equal to sigma h, or factor of safety should be always greater than 1. Okay, ഈ രീതിയിലായിരിക്കണം നമ്മുടെ സ്ലൈഡിംഗ് ഫെയിലിയർ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എ ഡാം ടു ബി സ്റ്റേബിൾ ഓൾവേസ് the vertical force should be greater than or equal to horizontal force, or the frictional resistance, that is mu into sigma v, should be greater than the horizontal force. Okay, ഇനി നമുക്ക് ഈ സ്ലൈഡിംഗ് ഫെയിലിയറിൻ്റെ അകത്ത് തന്നെ ഒന്നും കൂടി പറയാനുണ്ട്, അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഒന്ന് വെർട്ടിക്കൽ ഫോഴ്സ്, ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ അഗെയിൻ ദിസ് ഈസ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇൻ അഡീഷൻ ടു ദിസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വിൽ ബി കൺസിഡറിങ് ദി bond strength of the concrete also. So if you are going to consider the bond strength of the concrete, that means നമ്മുടെ concrete dam നമ്മൾ build ചെയ്യുമ്പോൾ whenever we built up the full wall of the dam, നമ്മുടെ ബേസിൽ നമ്മുടെ ഫൗണ്ടേഷൻ കൊടുക്കുന്നതും അഗെയിൻ ദിസ് ഈസ് ഓൾസോ കോൺക്രീറ്റ്. അപ്പോൾ ഇതിന് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട് അല്ലേ. ദിസ് ഓൾസോ വിൽ സപ്പോർട്ട് ടു ദി ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് വി ക്യാൻ കോൾ ദാറ്റ് as sliding friction factor. So sliding friction factor, this will be equal to resisting force divided by sliding force, or this is equal to resisting force endana mu into sigma v, okay, plus the bond strength of the concrete, that will be equal to B into C. അതായത് നമുക്ക് ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ? ദിസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ടു ഏരിയ, അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ടു ഏരിയ എന്നറിയാം അല്ലേ. അപ്പോൾ സ്ട്രെസ് where the bond strength of this concrete and the dam body, let it be that unit stress or bond strength be C, okay, and area, let us consider the unit area, so width will be considered as B and the other opposite direction will be considered as 1. അങ്ങനെയാണ് ഇത് B into C എന്ന് പറയുന്നത്, okay, where C is the bond strength of the dam or average cohesion or shear strength of the joint. ഇത് തമ്മിലുള്ള ജോയിന്റിന്റെ average cohesion or shear strength of the joint. അല്ലെങ്കിൽ പറയാം ഇത്രയും ഫോഴ്സ് ഇവിടെ ഇത് തമ്മിലുള്ള ബോണ്ട് ഇവിടെ ഇത്രയും ഉണ്ടെങ്കിൽ let that bond strength be C. ഇതിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യേണ്ട ഫോഴ്സ് അത്രയാണ് നമ്മുടെ റെസിസ്റ്റിംഗ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത് എത്രയാണോ അവിടെയുള്ള സ്ട്രെങ്ത് അത്ര തന്നെയായിരിക്കും അവിടെയുള്ള സ്ട്രെസ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് ഇൻ ടു ഏരിയ വേർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ അഡീഷണൽ ഫോഴ്സ് ഗിവൺ ബൈ ദി ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ ദി മെറ്റീരിയൽസ്. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ ദി total sliding force, which is equal to H. Okay, so again here this should be always greater than or equal to 1. Sliding or frictional factor should be always greater than or equal to 1.
ഓക്കെ, ദീസ് ആർ അബൌട്ട് സ്ലൈഡിംഗ് ഫെയിലിയർ ഓഫ് ഗ്രാവിറ്റി ഡാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോഴേക്കും നമ്മളിവിടെ സ്ലൈഡിംഗ് ഫാക്ടർ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു വേർട്ടിക്കൽ ഫോഴ്സിനെ എടുത്ത് നോക്കുവാണ്. വേർട്ടിക്കൽ ഫോഴ്സ് ഇത് സപ്പോസ് സ്ലൈഡിംഗ് ഫാക്ടർ ഈക്വൽ ടു 1 ആണെങ്കിൽ വേർട്ടിക്കൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു സിഗ്മ വി വിൽ ബി ഈക്വൽ ടു സിഗ്മ എച്ച് മൈനസ് ബി ഇൻറ്റു സി, റൈറ്റ്? അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി കോൾഡ് ആസ് വേർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു സിഗ്മ എച്ച് ബൈ മ്യൂ മൈനസ് ബി ബൈ സി. അതായത് ഇത് വളരെ കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ വരിക. നേരെ മറിച്ച് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്തൗട്ട് കൺസിഡറിങ് ദ ബോണ്ട് സ്ട്രെങ്ത് വരുമ്പോഴേക്കും ഈ ടോട്ടൽ സ്ട്രെങ്ത്, ഈ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി വിൽ ബി ഹയർ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിനെക്കാട്ടും കൂടുതൽ ഇതിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കുറവായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വോളിയം ഓഫ് കോൺക്രീറ്റ് വിൽ ബി ലെസ് ആൻഡ് ദെർബൈ ദ കൺസ്ട്രക്ഷൻ വിൽ ബി എക്കണോമിക്കൽ. ആ ഒരു രീതിയിൽ നമ്മൾ ഇത് കൺസിഡർ ചെയ്യും. പക്ഷേ more focus has to be given on the first one. Now next one is gravity dam failure due to compression or crushing. അപ്പോൾ നമുക്കൊരു ഡാം സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബോട്ടം പോർഷൻ മാത്രമാണ് എടുക്കുക. വി ഹാവ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് വി ഹാവ് എ വെർട്ടിക്കൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇതിന്റെ അൾട്ടിമേറ്റ്ലി ദ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ദി another direction. Let it be the resultant force be R. Let the total width of the base width of the dam be B. എന്നിട്ട് നമ്മൾ അതിന്റെ നേർ പകുതി എടുക്കുകയാണ്. Let this be B by 2. Okay, അപ്പോൾ ഈ B by 2 എന്നുള്ള R ലേക്കുള്ള ഡിസ്റ്റൻസ് let me mark it as eccentricity E. Okay, so that may be the eccentricity E. ഇനി ഇതിന്റെ ഫ്രണ്ട് ഫേസ്, അത് വാട്ടർ പോർഷൻ ഉള്ള ഫേസിനെ ഞാൻ ഹീൽ എന്ന് പറയുന്നു. ആൻഡ് ദി ഡൗൺ സ്ട്രീം ഫേസ് ടെയിൽ എൻഡിനെ ഞാൻ ടോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് രണ്ട് സ്ട്രെസ് ആണ് ഉണ്ടാവുക. ദ ഫസ്റ്റ് വൺ വിൽ ബി ദി ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, ദ സെക്കൻഡ് വൺ വിൽ ബി ദി ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഡയറക്റ്റ് സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി നോ ദറ്റ് നമ്മുടെ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഡയറക്റ്റ് സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. വാട്ട് ഈസ് ഏരിയ? വിഡ്ത്ത് ഇൻറ്റു the other distance, that will be the width into length, a unit length. So this will be equal to V by V into 1. Now considering the bending stress, if you calculate the bending stress, this will be equal to plus or minus my by I. Okay, so if I again put it up, this will be equal to V into vertical force into eccentricity divided by I will be equal to 1 by 6 into B square. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമ്മൾ ടോട്ടൽ നോർമൽ സ്ട്രെസ് ഫോർ എ ഡാം എന്ന് പറയാം. അതിന്റെ നോർമൽ സ്ട്രെസ് പി എൻ വിൽ ബി ഈക്വൽ ടു, നമ്മൾ ഇവിടുന്ന് കോമൺ ഫാക്ടർ ആയിട്ട് വി ബൈ ബിനെ പുറത്തേക്ക് എടുക്കുവാണ്. സോ വി ബൈ ബിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. സോ 1 പ്ലസ് ഓർ മൈനസ് ഇവിടെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 6 ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 6E by B. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ ദ ടോട്ടൽ നോർമൽ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു V by B into 1 പ്ലസ് ഓർ മൈനസ് 6E by B. ഇനി ഇതിൽ പ്ലസ് എടുക്കുന്നത് പ്ലസ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് what we will be getting the normal stress at the top. Okay, and now if you take the minus sign, we will be getting the normal stress at the heel. Okay, അപ്പോൾ stress at the toe portion will be equal to V by B into 1 plus 6E by B ആയിരിക്കും. stress at heel എന്തായിരിക്കും? V by B into 1 minus 6E by B ആയിരിക്കും. Okay, now എപ്പോഴാണ് നമുക്കൊരു കംപ്രഷൻ ഫെയിലിയർ ഉണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാവുക? സോ ദിസ് മേ ഫെയിൽ ബിക്കോസ് ഓഫ് കംപ്രഷൻ, അല്ലെങ്കിൽ ഒരു ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാവുക എപ്പോഴും ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെറ്റീരിയൽ. അതായത് ആ മെറ്റീരിയലിന്റെ കംപ്രസീവ് സ്ട്രെസ് എത്രയാണോ അതിൽ കൂടുതലാണ് നമ്മുടെ സ്ട്രെസ് വരുന്നതെങ്കിൽ സ്ട്രക്ചർ മേ ഫെയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഈ നോർമൽ സ്ട്രെസ് ദിസ് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കംപ്രസീവ് സ്ട്രെസ്, അലൗവബിൾ കംപ്രസീവ് സ്ട്രെസ് ഓഫ് ദി മെറ്റീരിയൽ. എത്രയാണോ മെറ്റീരിയലിന്റെ അലൗവബിൾ കംപ്രസീവ് സ്ട്രെസ് അതിനെക്കാട്ടും കുറവായിരിക്കണം നമ്മുടെ ഡാമിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന നോർമൽ സ്ട്രെസ്. ഓക്കെ, സോ നൗ സപ്പോസ് ഇഫ് ദിസ് ഈ വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ എസെൻട്രിസിറ്റി വാല്യൂ, വാട്ട് ഈസ് എസെൻട്രിസിറ്റി വാല്യൂ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഫ്രം ദ സെന്റർ ഓഫ് ദി ഡാം. അപ്പൊ ആ എസെൻട്രിസിറ്റി വാല്യൂ സപ്പോസ് ദിസ് ഈസ് ഈക്വൽ ടു B by 6. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി ഡാം ആണ്. അതിന്റെ 1/6 പോർഷൻ ആണ് ഈ വാല്യൂ എങ്കിൽ what will happen? Pn will be equal to Pn will be equal to, നമ്മൾ ഇത് പ്ലസ് സൈൻ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ this will be equal to B by 6 എന്ന് പറയുമ്പോഴേക്കും ഇത് ക്യാൻസൽ ആയി പോയി 1 plus 1 2V by B എന്ന് വരും.
Okay, so plus sign എന്ന് പറയുമ്പോൾ at the top portion this will be equal to 2v by b, അതായത് ഇത്രയും the full portion 2v by b ആയിരിക്കും. Now at the heel portion pn will be equal to 1 minus 1 എന്ന് പറയുമ്പോൾ this will be equal to 0. Okay, so this will be equal to 0. അപ്പോൾ at the top portion maximum compressive stress വരും, at the heel portion minimum compressive stress 0 വരും. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻ കാണാൻ പറ്റും. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് when both at the top portion and heel portion നമുക്ക് compressive force ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ പോർഷനിലാണെങ്കിൽ at the top portion this is maximum compressive stress and at the heel portion it is minimum, that is equal to 0. നേരെ മറിച്ച് ലാസ്റ്റ് ഫിഗറിൽ ഇവിടെ വരുന്നത് നമുക്കിവിടെ നെഗറ്റീവിലേക്ക് പോകുന്നു. ഒരിക്കലും നമ്മൾ നെഗറ്റീവിലേക്ക് പോകാനുള്ള രീതിയിലേക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഈ ഗ്രേറ്റർ ദാൻ ബി ബൈ 6 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ ബി ബൈ സി. ഇഫ് ഈ ഗ്രേറ്റർ ദാൻ ബി ബൈ 6 ഹീൽ പോർഷനിലേക്ക് നെഗറ്റീവ് കംപ്രസീവ് സ്ട്രെസ്സിലേക്ക് പോകുന്നു, വിച്ച് ഈസ് നോട്ട് പ്രിഫറബിൾ. സോ ഓൾവേസ് ഈ ഷുഡ് ബി ഈക്വൽ ടു ബി ബൈ 6. Okay, or within this limit less than or equal to b by 6. ഇനി ലാസ്റ്റ് കേസ് ആണ് നമ്മുടെ ടെൻഷൻ ഫെയിലിയർ. ഇനി ടെൻഷൻ ഫെയിലിയറിന്റെ കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ ഡാമിന്റെ മെറ്റീരിയൽ എന്തായിരിക്കും, ഐദർ ഇറ്റ് വിൽ ബി മാസണറി ഓർ ദിസ് വിൽ ബി കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റ് ആയാലും മാസണറി ആയാലും എന്ന് പറയാം, ദേ വിൽ ബി ഗുഡ് അറ്റ് കംപ്രഷൻ ആൻഡ് വീക്ക് അറ്റ് ടെൻഷൻ. Okay, so our dam should be designed in such a way that no tension is developed. Okay, അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൽ എന്ത് ചെയ്യും, ടെൻഷൻ ക്രാക്സ് ഉണ്ടാവും. അത് നോർമലി ഫെയിലിയറിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. സോ ഓൾവേസ് നമ്മൾ നേരത്തെ കംപ്രഷനിലേക്ക് പറഞ്ഞ അതേ കേസ് തന്നെ, ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബൈ 6 ആൻഡ് നെവർ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി ബൈ 6. ബി ബൈ 6ലേക്ക് ഒരിക്കലും ഗ്രേറ്റർ ദാൻ ബി ബൈ 6ലേക്ക് പോകാൻ പാടില്ല. സോ ദ എസെൻട്രിസിറ്റി, അതായത് ബി ബൈ 6ലേക്ക് പോയി കഴിഞ്ഞാൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എസെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ബി ബൈ 6. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ റിസൾട്ടന്റ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിസൾട്ടന്റ് ഫോഴ്സ് എവിടെയായിരുന്നു, ഞാൻ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഇതേ ഈ ഒരു ബി ബൈ 2ന്റെ പോർഷനിൽ ഈ ഒരു പോർഷനിലായിരുന്നു കാണിച്ചിരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇ ഫ്രം ദ സെന്റർ. അത് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറയാം, റിസൾട്ടന്റ് should be always acting the middle third portion. അതായത് entire നമ്മളൊരു ഡാം സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ let me divide it into 3 portions. This is of b by 3 portion, b by 3 portion, b by 3 portion. നമ്മൾ എപ്പോഴും സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യുമ്പോൾ entire resultant force ആക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനിലായിരിക്കണം, ഇൻ ബിറ്റ്വീൻ ദ എക്സാക്ട് മിഡിൽ തേർഡ് പോർഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, the dam will be safe. അപ്പോൾ entire സ്ട്രക്ചറിൽ നമ്മൾ entire സ്ട്രക്ചർ എടുക്കുമ്പോൾ entire സ്ട്രക്ചറിൽ എക്സാക്ട് മിഡിൽ പോർഷൻ ഏതാണോ വരുന്നത് ആ മിഡിൽ പോർഷൻ ആയിരിക്കണം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കുമ്പോഴും അത് ലേ ഡൗൺ ചെയ്യേണ്ട പോർഷൻ. അതിൽ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ദിസ് വിൽ നോട്ട് ബി going match with the stability analysis. So always the eccentricity should be less than b by 6 or the resultant should be lying within the middle third. നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് കമ്മിങ് വീഡിയോസിൽ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയും. ഓക്കെ, സോ main focus is always eccentricity should be less than b by 6. Okay, and resultant force should be lying within middle third portion. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും ഓർക്കണം. ഈസ് ലെസ് ദാൻ ബി ബൈ 6 ആൻഡ് റിസൾട്ടന്റ് ഫോഴ്സ് ലൈ വിതിൻ ദി മിഡിൽ തേർഡ് പോർഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഡാം ഈസ് ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ. അപ്പോൾ നമ്മളിവിടെ 4 ഫോഴ്സസ് പഠിച്ചു, ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 4 മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്, ഓവർ ടേണിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഓവർ ടേണിംഗ് ഫെയിലിയർ, സ്ലൈഡിംഗ് ഫെയിലിയർ, ദെൻ കംപ്രഷൻ ഫെയിലിയർ ആൻഡ് ടെൻഷൻ ഫെയിലിയർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് റിമൈൻഡറിൽ വെക്കേണ്ട 2 പോയിന്റ്സ് ആണ് ഫോർ കംപ്രഷൻ ആൻഡ് ടെൻഷൻ, ദാറ്റ് ഇ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബൈ 6 ആൻഡ് ആർ ഷുഡ് ലൈ വിതിൻ ദി മിഡിൽ തേർഡ് പോർഷൻ. മറ്റേതിൽ ആദ്യത്തെ 2 കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫാക്ടർ ഓഫ് സേഫ്റ്റി മാത്രമേ നോക്കാനുള്ളൂ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു റൈറ്റിംഗ് മൊമെന്റ് ബൈ horizontal force അല്ലെങ്കിൽ overturning moment. Okay, അപ്പോൾ റൈറ്റിംഗ് മൊമെന്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദി overturning moment. രണ്ടാമത്തെ കേസിൽ സ്ലൈഡിംഗിലാണെങ്കിൽ resisting force divided by the horizontal force. So again resisting force should be greater than the horizontal force. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നന്നായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനും കൂടി ആണ്.